मेरे प्यारे बच्चे നിങ്ങളുടെ സ്വന്തം ഷീജ ടീച്ചർ റാൻസിലേക്ക് ഏവർക്കും വെൽക്കം. ഇന്നിവിടെ ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ അതായത് തിങ്കളാഴ്ച നടക്കുന്ന എക്സാമിനുള്ള ഫുൾ പോയിന്റഡ് അതായത് എല്ലാ പാഠത്തിന്റെയും പോയിന്റുമായിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നാളെ 7:30 നിങ്ങൾ സ്വന്തം ഷീജ ടീച്ചറെ റാൻസിലേക്ക് എത്തിച്ചേരുക. എന്നിട്ട് എല്ലാവരും പാഠഭാഗങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ടും പെന്നും കയ്യിൽ വെക്കുക. ഫുൾ മാർക്കിന് വേണ്ടിയുള്ള ഒരു ജൈത്ര യാത്രയാണ് നമ്മൾ തുടരുന്നത്. ഇവിടെ ആദ്യത്തെ പാഠം നമുക്ക് വരുന്നത് ബീർബഹൂട്ടി കഹാനിയാണ്. എഴുതിയ ആളെ പേര് മറക്കരുത്, പ്രഭാതാണ് എഴുതിയത്. ഇതിലെ പ്രധാന പോയിന്റ് സാഹിൽ ബേല എന്ന കഥാപാത്രങ്ങളെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഞ്ചുവിൻ കക്ഷ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാഹിൽ ബേല എന്ന കഥാപാത്രങ്ങളാണ്. അവരുടെ ഇടയിലുള്ള ഗഹരി ദോസ്തി, അട്ടൂട്ട് ഫ്രണ്ട്, നിങ്ങളിപ്പോ ബെസ്റ്റി ആയിട്ടൊക്കെ കൊണ്ടടക്കല്ലേ നിങ്ങളെ കൂട്ടുകാരെ, അതുപോലെ കെട്ടുറപ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതും നമ്മളോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരാം മക്കളെ. അപ്പൊ ഏത് ക്വസ്റ്റ്യനും ഓരോ ലൈനും ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ഷുവറാണ് ഫുൾ മാർക്ക്, 40ൽ 40 മാർക്കും. നെക്സ്റ്റ് പാഠം ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഇത് കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ല, ടിപ്പണി നരേഷ് സക്സേന. അപ്പൊ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയെന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത് വരാനുള്ള ചാൻസ്, അടുത്ത ക്വസ്റ്റ്യനിൽ വരാനുള്ളത് നാളെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യും. സത്യം. ഇവിടെ നോക്കുക, ജാനന ശബ്ദ കാ സാമാന്യ അർത്ഥം. ഇവിടെ ജാനന മീൻസ് അറിയുക എന്നർത്ഥം. ഇതിന്റെ സാമാന്യ അർത്ഥം കിസി വ്യക്തി കെ നാം. നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടിയ നമ്മുടെ പേര്, നാം മീൻസ് പേര്, നാം. പിന്നെന്താ പറയണത്, പദ്ധേ, പദ്ധേ മീൻസ് അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹദേ പദവി, യാ ജാതി കെ ബാരെ മേ ജാനന. അപ്പൊ ജാനന ഒരു സാമാന്യ ജാനന, ഒരു സാധാരണ ജാനന എന്താന്ന് ചോദിച്ചാ നമ്മളെ പറ്റി ചിന്തിക്കുക. ജോ വ്യക്തി കാ നാം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അപ്ലിക്കേഷൻ ഫോം എടുത്ത 10ാം ക്ലാസ്സിന് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തോ, ആ സമയത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്, പദ്ധ, ഉമ്രെ, 15 വയസ്സ് ആയ കുട്ടിക്ക് SSLC എഴുതാൻ പാടുള്ളൂ അല്ലെ, ഉമ്രെ വയസ്സ്. പിന്നെ വരുന്ന ഓഹദേ, നീ ഏത് ക്ലാസ്സിലെ, പദവി അല്ലെ, യാ ജാതി. ഇതൊക്കെയാണ് എന്ത് വരുന്നത്, അധാശാസയിലെ ജാനനാസ്, ഒരു സാധാരണ, അതുപോലെ രുഡി ജാന എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഹം കിസി വ്യക്തി കി ഹദാശ സഖി ജാനന. ശരിക്കുള്ള ജാനന എന്താന്ന് ചോദിക്കും. അപ്പൊ ഹദാശ സിമ്പിൾ ആണ് മക്കളെ. ഹദാശ നിരാശ, അസഹായത, യാ സങ്കടേ. ജാനത്തെ തോ ഹം കുച്ച് നഹീ ജാനത്തെ. ഒരു വ്യക്തിയുടെ പേരിൽ എന്തിരിക്കുന്നു, വയസ്സിൽ എന്തിരിക്കുന്നു, ജാതിയിൽ എന്തിരിക്കുന്നു അല്ലെ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ടെൻഷനാണ് നമ്മൾ അറിയേണ്ടത്. അവൻ ഒരു കൈ സഹായത, മനുഷ്യം കെ ബീച്ച് മാനവീയ സംവേദന ഹോന ജറൂറി ഹൈ. മനുഷ്യന്മാർക്കിടയിൽ മാനവീയ സംവേദനകൾക്ക്, അതായത് അവന്റെ മാനുഷിക പരിഗണന ഒരു വ്യക്തിക്ക് കൊടുക്കാനാണ് ആ കവി പറയണത്. അതല്ലേ വേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിന്റെ പേരോ അവന്റെ പദവി ഏത് IAS ആയിക്കോട്ടെ, പക്ഷെ അവന്റെ ആ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ വ്യക്തി. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ, നിങ്ങളെ ഫുൾ ചാപ്റ്ററിന്റെ കണ്ടന്റ്, പ്രധാന കണ്ടന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. ടൂട്ടാ പഹിയ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മറ്റന്നാൾ നടക്കാനുള്ള എക്സാമിന് 4 മാർക്ക് ഞാൻ ഇവിടുന്ന് ഓഫർ തരുന്നു മക്കളെ. ടൂട്ടാ പഹിയ, എന്തായാലും ടൂട്ടാ പഹിയ ഓർത്ത് വെച്ചോളോ, എഴുതാൻ റെഡി ആയിക്കോ. എഴുതിയ ആളെ പേരിന് തന്നെ നിങ്ങൾക്ക് 1 മാർക്കാണ്. അത് ഇന്ന് തന്നെ ഒരു 500-1000 പ്രാവശ്യം എഴുതി പഠിക്കുക. ടൂട്ടാ പഹിയ കവിത എഴുതിയ ധർമ്മവീർ ഭാരതി. ധർമ്മവീർ ഭാരതിക്ക് പ്രസിദ്ധ കവിതാണ് ടൂട്ടാ പഹിയ. ഇതിലെ മെയിൻ പോയിന്റ് മഹാഭാരത യുദ്ധത്തെ ആധുനിക യുദ്ധവുമായിട്ട് തട്ടിച്ചു കൊണ്ടുപോണതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യ ഉക്രൈൻ, അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ ഈ യുദ്ധക്ക് അവസാനം വേണമെങ്കിൽ എഴുതി വെക്കാം. അധാർമികതയിലൂടെ കടന്നു പോകുമ്പോൾ ധാർമ്മികതയുടെ പ്രതീകമായിട്ടുള്ള ടൂട്ടാ പഹിയ സഹായതാലേത്താഹേ. ടൂട്ടാ പഹിയ എന്തായിട്ട് എടുക്കുന്നു, സഹായമായിട്ട് എടുക്കുന്നു. ഇപ്പൊ ഇതിലെ മെയിൻ പോയിന്റ് കിസി വസ്തു യാ വ്യക്തിക്കോ തുച്ഛ സമച്ചിക്കർ ഉപേക്ഷ കരേ. ഒരു വ്യക്തിയെയും, അതായത് നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും തുല്യമാണ്. ഏതൊരു വ്യക്തിയെയും തുച്ഛമായിട്ട് കാണരുത്. അവിടെ എന്താ പറഞ്ഞ, അതിന് വലിച്ചെറിയരുത്, ഉപേക്ഷിക്കരുത്. കിസി ദിൻ കാമ്യായേക, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് അവനെ ഉപകരിക്കും. അതാണ് അതിലെ മെയിൻ പോയിന്റ്. ടൂട്ടാ പഹിയ ചെറുതാണെന്ന് വിചാരിച്ചിട്ട്, പൊട്ടിയ ചക്രമാണെന്ന് വിചാരിച്ച് ഫേങ്കോ മത്ത്, വലിച്ചെറിയരുത്. ഓക്കെ, അടുത്ത് സബ്സെ ബഡാ ഷോമാൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള
ആരെ? ചാർലി ചാപ്ലിൻ, ലോകം കണ്ട ഏറ്റവും വലിയ ആക്ടർ അല്ലെ, സബ്സെ ബഡാ ഷോമാൻ. ജീവനിയാണ് എഴുതിയ ആളെ പേര്. ഒരു പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചു, ഗീത ചതുർവേദി. ഇന്ന് നമുക്ക് മോഡൽ എക്സാമിന് വന്നു അല്ലെ, കുറച്ച് ക്വസ്റ്റ്യൻ വന്നു, എന്നാലും നമുക്ക് സാധ്യത കൂടുതലാണ്. ഗാത്തെ സമയം മാ കി ആവാസ് ഫട്ട് ഗയ്. ചാർലി ചാപ്ലിൻ കി മാ ലണ്ടൻ കെ ആൾഡർഷോട്ട് തിയേറ്ററിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാ കി ആവാസ്, അമ്മയുടെ ശബ്ദം, ഫട്ട് ഗയ്, ഇടറിപ്പോയി. ഉസ്കാ 5 വർഷ കാ ബേട്ട, അദ്ദേഹത്തിന്റെ അവളുടെ 5 വയസ്സ്, കേവലം 5 വയസ്സ് മാത്രമുള്ള കുട്ടി ചാർലി അപ്പിനെ കലാപ്രകടൻ സേ ഷോമാൻ ബൻ ഗയാ. കലാപ്രകടനത്തിലൂടെ, തന്റെ അഭിനയ മികവിലൂടെ അവൻ വലിയൊരു ഷോമാൻ ആയിട്ട് മാറി. അതാണ് സബ്സെ ബഡാ ഷോമാനിലെ പ്രധാന പോയിന്റ്. അടുത്ത നോക്കി മക്കളെ, അഗാലോർ ഉസ്കെ ബാദ്. അഗാലോർ ഉസ്കെ ബാദ് കവിത ആണ്. കവിത നാഗാർജുനാണ് എഴുതിയല്ലേ, ഈ പ്രസിദ്ധ കവിത എഴുതിയ നാഗാർജുൻ. കവി നാഗാർജുൻ പറയുന്ന മെയിൻ പോയിന്റ്, അകാൽ കെ സമയക്ക് ഭീഷണത. അകാൽ കെ ദാരിദ്ര്യമാകാം, അകാൽ അല്ലെ പട്ടിണിയാവാം, അല്ലെങ്കിൽ നമുക്ക് എന്താവാം, കൊടും വരൾച്ച ആവാം, വെള്ളപ്പൊക്കമാകാം, എന്താവാം അല്ലെ, ക്ഷാമം എന്നുള്ള അർത്ഥാണ്. ആ സമയത്തുള്ള ഭീഷണത, ആ സമയത്തുള്ള കാഠിന്യം. और अकाल के बाद की खुशी के बारे में, ഒരു രാത്രിക്ക് ഒരു പകലെന്ന പോലെ, ഒരു സുഖത്തിനൊരു എന്താ പറയാ ദുഃഖം എന്ന പോലെ, ഒരു ഭീഷണതയ്ക്ക് എന്ത് വരുന്നു? ഖുഷി. ഖുഷി കെ ബാരെ മേ കവി കഹതാ ഹൈ. അതാണ് ഇവിടെ അഖാലോർ ഉസ്കെ ബാദിൽ പറയണേ. അടുത്തതായിട്ട് ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ 5 പാഠത്തിന്റെ സമ്മറിയാണ് തന്നിട്ടുള്ള. ഇതൊന്ന് നോട്ട് ചെയ്യുക, വെരി സിമ്പിൾ സാധനം. അപ്പൊ നാളെ നിങ്ങൾ ഓർക്കുക, 7:30 മറക്കാതെ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട്, കൂടുതൽ ഭാഗവുമായിട്ട് A+ലേക്ക് എത്തിക്കാനുള്ള സകല ട്രിക്കുകളുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഷീജ ടീച്ചർ റാൻസിൽ ഉണ്ടാകും. 7:30 ഓക്കെ.